ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ബൈയിങ് ഡെസിഷൻ പ്രോസസ്സിൽ ഒരു കൺസ്യൂമറിൻ്റെ ബിഹേവിയറിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഏതൊക്കെ തരത്തിലാണ് ആ ഒരു കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഒരു റോള് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒരു 5 റോളുകളാണ് ഒരു കൺസ്യൂമർ ബിഹേവിയറിന് വരുന്നത്. അതിൽ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് ദ ഇനീഷ്യേറ്റർ. എന്താണ് ഇനീഷ്യേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഒരു ഐഡിയ മാർക്കറ്റിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു റോള് തന്നെ ദ ഇനീഷ്യേറ്റർ, ഇതിനെയാണ് പറയുന്നത്. ഇനീഷ്യേറ്റർ ഈസ് ദ ഇൻഡിവിജ്വൽ ഹൂ ഫസ്റ്റ് സജസ്റ്റ് ദ ഐഡിയ ഓഫ് മാർക്കറ്റ് മേക്കിംഗ് പർച്ചേസ്. നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ നമ്മളെ ഇന്നത് വാങ്ങൂ എന്ന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ കൺസ്യൂമറിൻ്റെ ബിഹേവിയർ ഏത് രൂപത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതൊരു ഇനീഷ്യേറ്റർ ആയിട്ട് ഒരു തുടക്കം ഇടുക എന്നുള്ള പോലെ അത് ഇനീഷ്യേറ്റ് ചെയ്യുക, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആൾ. ദിസ് പേഴ്സൺ ഐഡൻറ്റിഫൈസ് എ നീഡ് ഓർ ഡിസയർ ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആൻഡ് സ്പാർക്സ് ദ ബൈയിങ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള അതാണ് അതിൻ്റെ ഒരു ബൈയിങ് പ്രോസസ്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരാവാം, നമ്മുടെ ഫാമിലി മെമ്പർ ആവാം, ഫ്രണ്ട്സ് ആയിരിക്കാം, കോവർക്കർ ആയിരിക്കാം, ആരാണോ ആ പ്രോബ്ലം റിയൽ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് വാങ്ങാൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു കൺസ്യൂമർ ബിഹേവിയറിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഇനീഷ്യേറ്റർ ആയിട്ടാണ്. അപ്പോൾ ദ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് ദ ഇനീഷ്യേറ്റർ. ഇനി രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത് ദ ഇൻഫ്ലുവൻസർ. ആരാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? ദ ഇൻഫ്ലുവൻസർ ഈസ് ദ പേഴ്സൺ ഹൂസ് ഒപ്പീനിയൻസ്, റെക്കമെൻഡേഷൻ ആൻഡ് അഡ്വൈസ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദ ബൈയിങ് ഡെസിഷൻ. നമ്മളൊരു സാധനം വാങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്ന വ്യക്തിക്ക് നമ്മുടെ മുകളിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിവുണ്ടെങ്കിൽ അവിടെ ആരുടെ റോളായിരിക്കും? അതൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള റോളായിരിക്കും വരുന്നത്. കാരണം നമ്മുടെ തീരുമാനങ്ങളും അല്ലെങ്കിൽ നമുക്ക് ശുപാർശ ചെയ്തു തരാനും ഒപ്പീനിയൻസ് പറയാനും നമ്മളെ അഡ്വൈസ് ചെയ്യാനും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ റോൾ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസർ മോഡലായിരിക്കും. ആ ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെയായിരിക്കും? നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും കൊളീഗ്സും ഈവൻ ഓൺലൈൻ പേഴ്സണാലിറ്റീസ് വരേക്കും അതിനുള്ള ആർക്കാണോ ആ ഒരു ക്രെഡിബിലിറ്റി, ഒരു വിശ്വസിക്കാൻ, നമുക്ക് ആ വ്യക്തി പറഞ്ഞാൽ വിശ്വസിക്കാമെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് തന്നെയാണ് ഇൻഫ്ലുവൻസൊക്കെ വരുന്നത്. ഒരു എക്സ്പെർട്ടൈസ് ആയിരിക്കാം, ആ ഒരു മേഖലയിൽ നല്ല വൈദഗ്ധ്യമുള്ള ഒരാളായിരിക്കാം. അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു റോൾ എന്ന് പറയുന്നത്. ആദ്യം ഒരു ദ ഇനീഷ്യേറ്റർ ആയിട്ട്, രണ്ടാമത്തെ ദ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള, മൂന്നാമത്തേൽ ദ ഡിസൈഡർ. ഡിസൈഡർ എന്ന് പറയുന്നത് ദ ഡിസൈഡർ ഈസ് ദ ഇൻഡിവിജ്വൽ ഹു ഹാസ് ദ ഫൈനൽ സേ ഇൻ ദ ബൈയിങ് ഡെസിഷൻ. ഒരു ബൈയിങ് ഡെസിഷനിൽ അവസാന വാക്ക്, ഇനി അങ്ങോട്ട് വേറെ ഒന്നും നമുക്ക് തീരുമാനം മാറ്റാനില്ല, ഇതാണ് വാങ്ങേണ്ടത് എന്ന് പറയുന്ന നമ്മളൊരു ഫൈനൽ സേയിലേക്ക് എത്തിക്കുക. അവിടെ നമ്മൾ തീരുമാനമെടുക്കണം. അതാണ് ഇപ്പോൾ ദ ഡിസൈഡർ എന്നുള്ള റോളിൽ അവിടെ കൺസ്യൂമർ ബിഹേവിയർ മാറാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയും ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ചൂസിങ് വാട്ട് ടു ബൈ ആൻഡ് ഹൗ ടു ബൈ ഇറ്റ്. നമ്മൾ എന്ത് വാങ്ങണം, എങ്ങനെ വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് എന്നെ ഒരേ ഒരു ഉത്തരവാദിയാവുന്ന ആ വ്യക്തി എന്നാണ് പറയുന്നത്, ഡിസൈഡർ എന്ന് പറയുന്നത്. അത് ചില കേസസിൽ ആ ഡിസൈഡർ എന്ന് പറയുന്ന സെയിം പേഴ്സൺസ് തന്നെ ആയിരിക്കാം, ബയറോ അല്ലെങ്കിൽ യൂസറോ ആയിരിക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഓർഗനൈസേഷണൽ പർച്ചേസസ് ഓർ ഹൈ വാല്യൂ കൺസ്യൂമർ ഗുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഡിസൈഡറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഷുഡ് എംഫസൈസ് ദ യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ. UVP എന്ന് പറയും, യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ ഉള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ ഒക്കെ ആയിരിക്കണം. അതിൻ്റെ കീ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റണം, അതിന് നല്ലൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം, നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ബേസ്ഡായിരിക്കും ആ ഒരു ദ ഡിസൈഡർ എന്ന റോളിലേക്ക് കൺസ്യൂമർ ബിഹേവിയർ മാറുന്നത്. ഇനി നാലാമത്തെ പോയിന്റിൽ പറയുന്നതാണ് ദ ബയ്യർ. ബയ്യർ എന്ന് പറയുന്നത് ആക്ച്വലി പർച്ചേസ് ചെയ്യുന്ന ആളാരാണോ അവരെയാണ് ബയ്യർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബയ്യറാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ആ ഒരു ട്രാൻസാക്ഷൻസ് നടത്തുന്നതിൽ, എക്സിക്യൂട്ട് ചെയ്യുക. നമ്മൾ എന്താണോ വാങ്ങാൻ ഉദ്ദേശിച്ചത് അതിനുള്ള കാര്യങ്ങൾ അറിഞ്ഞ് തീരുമാനമെടുത്ത് വാങ്ങുമ്പം അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്ക് മാത്രമാണ്? ബയ്യർക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റോ സർവീസോ ആ ഒരു ഓപ്ഷൻസ് എന്താണോ അവൈലബിൾ ആയിരിക്കുന്നത് അതിൽ നിന്ന് നമ്മളത് ചൂസ് ചെയ്ത് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന
ആളെയാണ് ബയ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റോളിലേക്ക് വരുമ്പം അവിടെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദ ബയ്യർ എന്നുള്ള പേരിലാണ് ആ ഒരു യൂസർ അറിയപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ബൈ ചെയ്തുകൊണ്ട് മാത്രമായില്ല, ദ യൂസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ വാങ്ങുന്ന പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ ഉപയോഗിക്കുക കൂടി ചെയ്യുമ്പോഴാണ് അവിടെ ആ റോള് മാറുന്നത്. അവിടെ ദ യൂസർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതിൽ ഓരോ റോളുകളുണ്ട് ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന വരേക്ക്. ആദ്യത്തേത് നമ്മളത് വാങ്ങാൻ വേണ്ടി മുൻകൈ എടുക്കുന്നു, ഇനീഷ്യേറ്റ് ചെയ്യുന്നു, ഇനീഷ്യേറ്ററായിട്ട് മാറുന്നു. പിന്നെ അത് നമ്മൾ ചിലപ്പം ആരെങ്കിലും സ്വാധീനിക്കാൻ വരെ കഴിവുള്ള വ്യക്തികൾ, ഒരു ഇൻഫ്ലുവൻസർ ആവുന്നു, അതിനുശേഷം ഒരു ഡിസൈഡർ ആവുന്നു, ഫൈനൽ തീരുമാനം പറയുന്നു. ആക്ച്വലി നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ബയർ ആവുന്നു, വാങ്ങിയത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊരു യൂസർ ആവുന്നു. അങ്ങനെ ഈ ഒരു 5 സ്റ്റേജിലൂടെയാണ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ് ആ പ്രധാനപ്പെട്ട റോളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ഒരു പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ആ ഓരോ കാര്യങ്ങൾ. ഇനീഷ്യേറ്റർ, ഇൻഫ്ലുവൻസർ, ഡിസൈഡർ, ബയർ, യൂസർ എന്ന് പറയുന്നത്. ഇനീഷ്യേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഐഡിയ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യേറ്ററായി, അഡ്വൈസ് ചെയ്യുമ്പം ഇൻഫ്ലുവൻസറായി, പിന്നെ ഡിസൈഡ് ചെയ്യണം ഏതെങ്കിലും ഒരു ബൈയിങ് ഡിസിഷൻ കോമ്പോണൻറ്റ് നമ്മൾ തീരുമാനം ഡിസൈഡർ ആവുന്നു, അത് ആക്ച്വൽ പർച്ചേസ് ചെയ്യുമ്പോൾ ബയ്യറും, അത് ആക്ച്വലി കൺസ്യൂം ചെയ്യുമ്പോൾ ഒരു യൂസറും ആവുന്നു. അപ്പോൾ ഇതാണ് 5 റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റോൾ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൽ എന്താണ് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ റോൾ എന്ന് പറയുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും 8 തരത്തിലാണ്, 8 പോയിന്റുകളാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമേഴ്സ് വെൽ. നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ബിഹേവിയർ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ കൺസ്യൂമർ ബിഹേവിയർ. 2 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായി പറയുന്നത്. എന്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമർ വാങ്ങി അല്ലെങ്കിൽ വാങ്ങിയില്ല, ഈ 2 കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിലും അവിടെ ചില ഫാക്ടേഴ്സ് അതിനോടുകൂടി നിൽക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇത് സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആൻഡ് മൂന്നാമത്തേൽ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ദ മാർക്കറ്റേഴ്സ് ടു ഡിസൈൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരിലേക്ക് അത് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സ്ട്രാറ്റജി എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് മാർക്കറ്റർക്ക് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. ഇനി 4ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് മാർക്കറ്റിംഗ് ഗോൾസ് ഓർ ഓർഗനൈസേഷണൽ ഗോൾസ്. ഈ ഓരോ കൺസ്യൂമറെയും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിലൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സെയിൽസ് എന്ന് പറയുന്നത്. അതുവഴി നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോളും മാർക്കറ്റിംഗ് ഗോളും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ആസ് വെൽ ആസ് റീറ്റെയിൻ കസ്റ്റമേഴ്സ്. കൃത്യമായിട്ട് അവരെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കസ്റ്റമറിലേക്ക് എത്തിപ്പെടാനും ഓരോ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുമ്പോഴാണ് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഉള്ള ആളുകളെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് റീറ്റെയിൻ ചെയ്തു പോകാനൊക്കെ സാധ്യമാണ്. ആൻഡ് 6ാമത്തെ പോയിന്റിൽ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്. ഒരു കസ്റ്റമറെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ കുറച്ച് കാലം ലോയലായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലൂടെ അതുപോലുള്ള മറ്റുള്ള കസ്റ്റമറിലൂടെ നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ് എന്തായിരിക്കും, എത്രത്തോളം ഇതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ആവും, എങ്ങനെയാണ് ഫ്യൂച്ചർ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എന്നുള്ള ആ ഒരു ട്രെൻഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് 7ാമത്തെ പോയിന്റിൽ പറയുന്നത് ഇറ്റ് എനേബിൾസ് ദ മാർക്കറ്റേഴ്സ് ടു ഡെവലപ്പ് ന്യൂ പ്രോഡക്റ്റ്. ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കെ തന്നെ അതിലൂടെ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ പല കൺസെപ്റ്റുകൾ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് പുതിയ ആശയങ്ങൾ അവരിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു പുതിയ പ്രോഡക്റ്റിലേക്ക് ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു സാധ്യത കൂടി ഇങ്ങനെ കൺസ്യൂമർ ബിഹേവിയർ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ അറിയുകയും അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയും അതിന് വേണ്ടതായിട്ടുള്ള റിസോഴ്സുകൾ എന്താണെന്നുള്ളതും ആ കിട്ടുന്ന റിസോഴ്സിനെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെ സഹായകമാവും ഇത്തരത്തിലുള്ള ഒരു കൺസ്യൂമർ ബിഹേവിയർ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലെടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ റോൾ എന്താണ്. ഒരു ബൈയിങ് ഡെസിഷൻ പ്രോസസ്സിൽ പ്രധാനപ്പെട്ട 5 റോളുകളാണ് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മളെ റോളായി പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 2 പ്രധാനപ്പെട്ട റോളുകളെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആകെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ടൈപ്പ്. അപ്പോൾ നിങ്ങൾക്കിതിൽ പഴയ മോഡലിലെ കുട്ടികൾക്കാണെങ്കിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ പുതിയൊരു ടെക്സ്റ്റ് പ്രകാരം കാണിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൺസംഷൻ ബിഹേവിയറിൽ നിന്ന് ഡിഫറൻസ് കാണിക്കുന്നെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. കൺസ്യൂമറും കസ്റ്റമറും ചോദിക്കുന്നുണ്ട്. പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, ഇത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് എടുത്ത കുറച്ച് ടോപ്പിക്സ് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, അത് ആവശ്യമുണ്ടോ, ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, സൈക്കോഗ്രാഫിക് ബിഹേവിയറൽ, അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്, ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്, കോൺസെൻട്രേറ്റഡ് ആൻഡ് 80-20 പ്രിൻസിപ്പിൾസ് ആൻഡ് ടാർഗറ്റ് മാർക്കറ്റിംഗ്, മാസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. വീണ്ടും ആ സ്ട്രാറ്റജീസിൽ കൂടെയൊക്കെയാണ് പോയിരിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് എന്താണെന്നുള്ളതും, മൈക്രോ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ, പ്രൊഡക്റ്റ് പൊസിഷനിങ്, ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ്, കൺസ്യൂമറും ബയറും തമ്മിലുള്ള ഡിഫറൻസ്, അതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഷോർട്ട് എസ്സേയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേരിയസ് ഫാക്ടേഴ്സ്, എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ്, എങ്ങനെയാണ് സെഗ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ, ആൻഡ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് സെഗ്മെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ വേണം, ആൻഡ് എന്താണ് ടാർഗറ്റ് മാർക്കറ്റിംഗ്, ആൻഡ് അതിൻ്റെ അപ്രോച്ചസ്, അതിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എത്ര സ്റ്റെപ്സ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, എന്താണ് പ്രൊഡക്റ്റ് പൊസിഷനിങ്, അതിൻ്റെ സ്റ്റെപ്സ്, അതിൻ്റെ എലമെൻസുകൾ, അതിൻ്റെ ടെക്നിക്സുകൾ, പൊസിഷനിങ്ങും സെഗ്മെൻറ്റേഷനും തമ്മിലുള്ള ഡിഫറൻസുകൾ, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സെഗ്മെൻറ്റേഷനും ഡിഫറൻഷിയേഷനും തമ്മിലുള്ള ഡിഫറൻസുകൾ, ആൻഡ് ടാർഗറ്റ് മാർക്കറ്റിങ്ങും വേരിയസ് സ്ട്രാറ്റജീസും, ആൻഡ് റോൾ എന്താണ്, റോൾ ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഇതൊക്കെ നമ്മളിപ്പം ലാസ്റ്റായിട്ട് നോക്കിയ ടോപ്പിക്കുകൾ തന്നെയാണ്. ഇതിൽ എസ്സേ ആയിട്ട് വരാൻ നല്ല ചാൻസ് കൂടുതൽ ആ 4 മെയിൻ ടോപ്പിക്കുകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ ചോദിക്കാം. പിന്നെ അതിൻ്റെ ബേസിസ്, എന്തിൻ്റെ ബേസിലാണ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്, ആൻഡ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്താണ്, അതിൻ്റെ ടെക്നിക്സുകൾ, ആൻഡ് ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ്, അതേപോലെ തന്നെ എന്തൊക്കെ സ്റ്റെപ്സ് അതിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയാണ് ഇതിൽ എസ്സേ ക്വസ്റ്റ്യന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. എന്നിരുന്നാലും ഇവിടെ ക്വസ്റ്റ്യൻസ് ഇതേ ഉള്ളൂ എങ്കിലും ഇപ്പം ഞാൻ ഈ ഡിവൈഡ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് മെയിൻ പോയിന്റുകൾ. അതിൻ്റെ ബേസിസിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്